ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ടസ്കന്ധം 16-ാം അധ്യായം. ശ്രീ ശുക ഉവാച. അധദേവ ഋഷിരാജൻ സംപരേതം നൃപാത്മജം ദർശിത്വേദിഹോവാച ജ്ഞാതീനാമനുശോചതാം. ശ്രീ ശുകമുനി അരുളി ചെയ്തു, പിതൃപുത്ര സംബന്ധം മിഥ്യയാണെന്ന് ഉപദേശിച്ചത് രാജാവിൻ്റെ മോഹത്തെ നശിപ്പിച്ചതായി കാണാഞ്ഞതിനാൽ പുത്രമുഖത്തിൽ നിന്നു തന്നെ ആ സംഗതി രാജാവിനെ ധരിപ്പിച്ച് ദുഃഖനിവൃത്തി വരുത്തുവാൻ ഒരുങ്ങിയ കരുണാനിധിയായ ദേവർഷി, ഹേ രാജാവേ, മരിച്ചുപോയ രാജകുമാരനെപ്പറ്റി ക്ലേശിക്കുന്ന ബന്ധുക്കൾക്ക് ജീവനോടുകൂടി പുത്രനെ കാട്ടിക്കൊടുത്ത ശേഷം താഴെ പറയും പ്രകാരം ജീവാത്മാവിനോട് സ്പഷ്ടമായി പറഞ്ഞു. മരിച്ചവനെ ജീവനോടുകൂടി കാട്ടിക്കൊടുത്തത് എങ്ങനെയെന്ന് ശങ്കിക്കേണ്ട. ശ്രീ നാരദമുനിക്ക് അത്രത്തോളം യോഗബലമുണ്ടെന്ന് ധരിച്ചുകൊള്ളുക. നാരദ ഉവാച. ജീവാത്മൻ പശ്യ ഭദ്രം തേ മാതരം പിതരം ചതേ സുഹൃദോ ബാന്ധവാൻ സ്തപ്താൻ ശുചാത്വത്കൃതയാ വൃശം. ശ്രീ നാരദൻ പറഞ്ഞു, ഹേ ജീവാത്മാവേ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിന്നെക്കുറിച്ച് കഠിനമായി ദുഃഖിക്കുന്ന നിന്റെ മാതാപിതാക്കന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരെ നോക്കുക. കളേവരം സ്വമാവിശ്യ ശേഷമായു സുഹൃദ്രുതഃ ഭുങ്ക്ഷഭോഗാൻ പിതൃപ്രത്താൻ അതിതിഷ്ഠ നിർവാസനം. അപമൃത്യുവായിട്ടാണല്ലോ നീ മരിച്ചത്. അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ രണ്ടാമതും പ്രവേശിച്ചിട്ട് അവശിഷ്ടമായ ആയുഷ്കാലത്തിൽ സുഹൃത്തുക്കളോടുകൂടി ചേർന്ന് പിതാവിനാൽ നൽകപ്പെടുന്ന സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് രാജാസനത്തിലിരിക്കുക. ജീവ ഉവാച. കസ്മിൻ ജന്മന്യമീ മഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മഭിർഭ്രാമ്യമാണസ്യ ദേവതിര്യൻ റിയോനിഷു. ജീവാത്മാവ് പറഞ്ഞു, കർമ്മങ്ങൾ നിമിത്തം ദേവന്മാരിലും തിര്യക്കുകളിലും മനുഷ്യരിലും ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്ന എൻ്റെ ഏതു ജന്മത്തിലാണ് ഇവർ എനിക്ക് മാതാപിതാക്കന്മാരായി ഭവിച്ചത്? ബന്ധുജ്ഞാത്യരി മധ്യസ്ഥമിത്രോദാസീന വിദ്ദിഷഃ സർവയേവ ഹി സർവേഷാം ഭവന്തി ക്രമശോമിതഃ. എൻ്റെ മരണം നിമിത്തം പുത്രഭാവത്തെ ഓർത്ത് അവർ ദുഃഖിക്കുന്നുവെങ്കിൽ ശത്രുഭാവത്തെ ഓർത്ത് സന്തോഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിപ്പാനായിട്ട് പിതൃപുത്ര സംബന്ധം നിത്യമല്ല, താത്കാലികമാണ്. അതുപോലെ തന്നെ ശത്രുഭാവവും ഒരു കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം എന്ന് ജീവാത്മാവ് പറയുന്നു. വിവാഹാദി നിമിത്തം സംബന്ധമുള്ളവർ ബന്ധുക്കൾ, പിണ്ടാധികാരമുള്ളവർ ജ്ഞാതികൾ, ഉപദ്രവിക്കുന്നവർ ശത്രുക്കൾ, രക്ഷിക്കുന്നവർ മിത്രങ്ങൾ, പക്ഷഭേദമില്ലാത്തവർ മധ്യസ്ഥന്മാർ, ഒന്നിലും ചേരാതിരിക്കുന്നവർ ഉദാസീനന്മാർ, ദ്രവ്യാദികളെ അപഹരിക്കുന്നവർ വിരോധികൾ എന്നീ നിലയിൽ എല്ലാവർക്കും എല്ലാവരും ക്രമത്തിൽ സംബന്ധപ്പെട്ടവരായിരിക്കും. ഒരു ജന്മത്തിൽ മാതൃപിതൃ സംബന്ധമുള്ളവർ തന്നെ മറ്റൊരു ജന്മത്തിൽ ശത്രുക്കളായി വന്നിരിക്കും. ഇങ്ങനെ ജീവാത്മാക്കൾക്കു തമ്മിൽ എല്ലാവിധ സംബന്ധങ്ങളും ക്രമത്തിൽ ഓരോ ജന്മങ്ങളിൽ ഭവിക്കുന്നു. യഥാ വസ്തൂനി പണ്യാനി ഹേമാദീനി തതസ്തതഃ പര്യടന്തി നരേഷേവം ജീവോ യോനിഷു കർത്തൃഷു. കൊടുത്തു വാങ്ങുന്നതിന് ഉചിത ദ്രവ്യങ്ങളായ സ്വർണാദികളെ ഒരുവൻ മറ്റൊരുവന് കൊടുക്കുന്നു. അവനിൽ നിന്ന് വേറൊരുവൻ വാങ്ങുന്നു. ഈ നിലയിൽ ആ ദ്രവ്യങ്ങൾ പല മനുഷ്യരിലും പ്രവേശിക്കുന്നു, പിരിയുന്നു. ഇതുപോലെ തന്നെ ജീവാത്മാവും അമ്മമാരിലും അച്ഛന്മാരിലും പ്രവേശിക്കുകയും പിരിയുകയും ചെയ്യുന്നു. നിത്യസ്വാർത്ഥസ്യ സംബന്ധോ ഹി നിത്യോ ദൃശ്യതേ നൃഷു യാവത് യസ്യ ഹി സംബന്ധോ മമത്വം താവദേവ ഹി. നാശരഹിതമായ സ്വർണാദി ദ്രവ്യങ്ങൾക്ക് മനുഷ്യരോടുള്ള സംബന്ധം നാശരഹിതമല്ല. ഒരുവൻ എത്രത്തോളം കാലം ഒരു വസ്തുവിനോട് സംബന്ധമുണ്ടോ അത്രത്തോളം കാലം ആ വസ്തുവിൽ അവന് എൻ്റേത് എന്നുള്ള ഭാവം നിലനിൽക്കുന്നു. അവനതിനെ മറ്റൊരുവിന് വിറ്റുവെങ്കിൽ ആ വസ്തുവിൽ അവൻ്റെ മമതാബന്ധം നശിച്ചുപോയി. വസ്തു നശിക്കാതെ തന്നെ ഇരിക്കുന്നുമുണ്ട്. ഏവം യോനിഗതോ ജീവഃ സനിത്യോ നിരഹംകൃതഃ യാവത് എത്രോപലഭ്യേത താവസ്വത്വം ഹി തസ്യ തത്. ഇപ്രകാരം തന്നെ ജീവൻ വാസ്തവത്തിൽ ഞാനെന്ന ഭാവമില്ലാതെയിരിക്കുന്ന ഈശ്വരൻ്റെ അംശമാകുന്നു. അതുകൊണ്ട് നിത്യനാകുന്നു. കർമ്മവശാൽ ഏതൊരു മാതാപിതാക്കന്മാരിൽ നിന്ന് ശരീരത്തെ പരിഗ്രഹിച്ച് എത്ര കാലം വരെ ആ ശരീരം നിലനിൽക്കുന്നുവോ അത്ര കാലം വരെ ആ മാതാപിതാക്കന്മാർക്ക് ആ പുത്രശരീരത്തിൽ ഞങ്ങളുടെ പുത്രൻ എന്ന ഭാവം നിലനിൽക്കാം. മരണാനന്തരം മമതയ്ക്ക് അവകാശമില്ല. ഏഷ നിത്യോ വ്യയസൂക്ഷ്മ ഏഷ സർവാശ്രയസുദൃക് ആത്മമായ ഗുണൈർവിശ്വമാത്മാനം സൃജതേ പ്രഭുഃ.
ഈ ജീവാത്മാവ് നിത്യനാകുന്നു. എന്തുകൊണ്ടെന്നാൽ അപക്ഷയമില്ലാത്തവനാകുന്നു. അതിനെന്ത് കാരണമെന്നാൽ സൂക്ഷ്മസ്വരൂപനായതുകൊണ്ട് ജന്മാതിരഹിതനാകുന്നു. ജന്മാതി വികാരങ്ങൾ ശരീരത്തിനല്ലാതെ ജീവാത്മാവിനില്ല. ജീവൻ ജന്മാതി വികാരങ്ങളുള്ള ദേഹാദികൾക്ക് ആശ്രയഭൂതനാകുന്നു. ദേഹാദി സ്വരൂപനല്ല. ദേഹാദികൾ തന്നെത്താൻ പ്രകാശിക്കാത്തവയാകയാൽ ജഡങ്ങളാകുന്നു. ജീവാത്മാവോ സ്വപ്രകാശ ചൈതന്യ സ്വരൂപനാകുന്നു. മായാഗുണങ്ങൾ നിമിത്തം ആത്മാവിനെ തന്നെ വിശ്വാകാരേണ സൃഷ്ടിക്കുന്നതിന് സമർത്ഥനാകുന്നു. വാസ്തവത്തിൽ ജീവൻ ബ്രഹ്മാഭിന്നനായതുകൊണ്ട് ബ്രഹ്മസ്വരൂപനായ ഈശ്വരൻ ചെയ്യുന്ന സൃഷ്ടിയെ തന്നെ ജീവസൃഷ്ടി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ത്വം പദ്യത്തിൻ്റെ ലക്ഷ്യാർത്ഥവും തത്പദത്തിൻ്റെ ലക്ഷ്യാർത്ഥവും അഭിന്നമാണെന്ന് ബോധിപ്പിക്കുന്ന അസീപദത്താൽ ജീവബ്രഹ്മൈക്യത്തെ ഉപദേശിക്കുന്ന തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. നഹ്യസ്യാദിപ്രിയ കശ്ചിന്നാപ്രിയ സ്വപരോപിവ ഏക സർവദിയാം ദ്രഷ്ട കർത്തॄണാം ഗുണദോഷയോഹോ. ഭഗവാന് അതിപ്രിയനായിട്ടും അപ്രിയനായിട്ടും ആരുമില്ല. സ്വകീയൻ പരകീയൻ എന്ന ഭേദഭാവവും ഇല്ല. ധർമാധർമ്മങ്ങളുടെ കർത്താക്കളായിരിക്കുന്ന ബുദ്ധിവൃത്തികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകനായ പരമാത്മാവാകുന്നു ഭഗവാൻ. നാദത്ത ആത്മാ ഹി ഗുണം ന ദോഷം ന ക്രിയാബലം ഉദാസീനവദാസീനഃ പരാവരദൃഗീശ്വരഃ. ഭോഗങ്ങളെ ഭുജിച്ചുകൊള്ളുക എന്ന് പറഞ്ഞതിന് മറുപടി പറയുന്നു. ആത്മസ്വരൂപനും കാരണത്തെയും കാര്യത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നവനും സ്വതന്ത്രനുമായ ഈശ്വരൻ ഗുണത്തെയോ ദോഷത്തെയോ ക്രിയാബലത്തെയോ സ്വീകരിക്കുന്നവനല്ല. അതുകൊണ്ട് ആത്മസ്വരൂപനായ എനിക്ക് നിങ്ങളോട് യാതൊരു സംബന്ധവുമില്ല. ഞാൻ യാതൊരുവിധ സുഖദുഃഖങ്ങളെയും അനുഭവിക്കുന്നവനുമല്ല. ശ്രീ ബാദരായണുരുവാച ഇത്യുദീര്യ ഗതോ ജീവോജ്ഞാതയസ്തസ്യ തേ തദാ വിസ്മിതാമുമുജുശോകം ചിത്വാത്മസ്നേഹശൃംഖലാം. ശ്രീ ശുഗമുനി അരുളി ചെയ്തു. ആ ജീവൻ ഇപ്രകാരം പറഞ്ഞിട്ട് അവിടെ തന്നെ മറഞ്ഞപ്പോൾ ആശ്ചര്യയുക്തരും അവൻ്റെ മാതാപിതാക്കന്മാരുമായ ചിത്രകേതു, കൃതദ്യുതി മുതലായവരും ബന്ധുക്കളും ശരീരത്തിൽ നിബന്ധിച്ചിരുന്ന സ്നേഹരൂപമായ പാശത്തെ വിവേകത്താൽ ഖണ്ഡിച്ച ശേഷം ആശ്ചര്യയുക്തരായിട്ട് പുത്രവിരഹത്താൽ അനുഭവിച്ചിരുന്ന ദുഃഖത്തെ വിട്ടുകളഞ്ഞു. നിർഹൃത്യജ്ഞാതയോജ്ഞാതേർദേഹം കൃത്വോചിതാ ക്രിയാഃ തത്യജുർദുസ്ത്യജം സ്നേഹം ശോകമോഹഭയാർത്തിതം. ചിത്രകേതുവും മുതലായ ജ്ഞാതികൾ ജ്ഞാതിയായ പുത്രൻ്റെ ശരീരം സംസ്കരിക്കുകയും പിണ്ടദാനം മുതലായ സമുചിത കർമ്മങ്ങൾ നടത്തുകയും ചെയ്ത ശേഷം ശോകമോഹാദികൾക്ക് കാരണവും ഉപേക്ഷിപ്പാൻ പ്രയാസമേറിയതുമായ സ്നേഹത്തെ ഉപേക്ഷിച്ചു. ബാലജ്ഞോ വ്രീഡിതാസ്തത്ര ബാലഹത്യാ ഹതപ്രഭാഃ ബാലഹത്യാവ്രതം ചേരുർ ബ്രാഹ്മണൈർ എന്നിരൂപിതം യമുനായാം മഹാരാജ സ്മരന്ത്യോദ്യുജഭാഷിതം. ഹേ മഹാരാജാവേ, ബാലന് വിഷം കൊടുത്തു ഹനിച്ചവരായ സ്ത്രീകൾ ആ ദോഷം നിമിത്തം മുഖപ്രഭയില്ലാത്തവരും ലജ്ജിതകളുമായിട്ട് തങ്ങൾ ചെയ്ത പാപകർമ്മത്തെ ബഹുജനങ്ങളുടെ മുമ്പാകെ സമ്മതിച്ചു. അങ്കിരസ്സു മഹർഷി പറഞ്ഞ പരമാർത്ഥ തത്വത്തെ ഓർത്തിട്ട് അവർക്കുണ്ടായിരുന്ന പുത്രാശയെ അവർ ഉപേക്ഷിച്ചു. ബാലവധ ദോഷത്തിൽ നിന്ന് നിർമുക്തകളാവാൻ ബ്രാഹ്മണർ നിശ്ചയിച്ച പ്രായച്ചിത്തം അവർ യമുനാ നദിയിൽ വെച്ച് അനുഷ്ഠിച്ചു. സയിത്തം പ്രതിബുദ്ധാത്മാ ചിത്രകേതുർദ്വിജോക്തിഭിഃ ഗൃഹാന്തകൂപാ നിഷ്ക്രാന്തഃ സരപങ്കാദിവദ്യുപഃ. അങ്കിരസ്, നാരദൻ മുതലായ ബ്രാഹ്മണരുടെ ഉപദേശം നിമിത്തം ജീവൻ്റെ പരമാർത്ഥ തത്വം നന്നായി അറിഞ്ഞ ചിത്രകേതു ജലഹീനമായ കിണറെന്ന പോലെ ദുഃഖാസ്പദമായിരിക്കുന്ന ഗൃഹാഭിലാഷത്തിൽ നിന്ന് തടാകത്തിലെ ചേറിൽ നിന്ന് ആനയെന്ന പോലെ പുറത്തേക്ക് വന്നു. ഗൃഹാശ്രമം ദുഃഖാസ്പദമാണെന്നറിഞ്ഞതിനാൽ അതിലുള്ള താൽപ്പര്യം തീരെ വെടിഞ്ഞു. കാളിന്ത്യാം വിധിവത് സ്നാത്വാ കൃതപുണ്യജലക്രിയഃ മൗനേന സംയത പ്രാണോ ബ്രഹ്മപുത്രാവവന്തത. അനന്തരം ചിത്രകേതു കാളിന്തി നദിയിൽ വിധിപ്രകാരം സ്നാനം ചെയ്തു. ദുരിതം നശിപ്പിക്കാൻ ഉപകരിക്കുന്ന ദേവർഷി പിതൃതർപ്പണാദി പുണ്യകർമ്മങ്ങൾ നടത്തിയ ശേഷം മൗനത്തോടുകൂടി ഇന്ദ്രിയങ്ങളെ അടക്കി ബ്രഹ്മപുത്രന്മാരായ നാരദനെയും അങ്കിരസിനെയും നമസ്കരിച്ചു. അതത്തസ്മൈ പ്രപന്നായ ഭക്തായ പ്രേതാത്മനെ ഭഗവാൻ നാരദ പ്രീതോ വിദ്യാമേതാമുവാചഃ. ദേഹേന്ദ്രിയാന്തകരണ സംഘാതത്തെ വശീകരിച്ചവനും ശരണാഗതനും ഗുരുഭക്തനുമായ ചിത്രകേതുവിൻ്റെ നേരെ പ്രീതനും ജ്ഞാനാദി ഷഡ്ഗുണ പരിപൂർണനുമായ ശ്രീനാരദൻ താഴെ പറയുന്ന വിദ്യ ചിത്രകേതുവിന് ഉപദേശിച്ചു.
കോടി ഭാര്യ സഹിതനായിരുന്ന ചിത്രകേതുവിന് ഇപ്രകാരം വിഷയവൈരാഗ്യം ജനിച്ചത് അത്യാശ്ചര്യം തന്നെ. ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസംഘർഷണായ ച. ആദ്യമായിട്ട് അന്ധഃകരണ ചതുഷ്ടയ പരിശുദ്ധിക്കായിക്കൊണ്ട് ആ 4 വിധ സ്ഥാനങ്ങളിൽ ഉപാസിക്കേണ്ട ദേവതകളെ നമസ്കരിക്കുന്നു. ഓം ജ്ഞാനാദി ഗുണസമ്പൂർണനും ചിത്തത്തിൽ ഉപാസ്യനുമായ വാസുദേവനായ അങ്ങേക്ക് നമസ്കാരം. ബുദ്ധിയിൽ ഉപാസ്യനും പ്രദ്യുമ്നനുമായ ഭഗവാന് നമസ്കാരം. മനസ്സിൽ ഉപാസ്യനായ അനിരുദ്ധ ഭഗവാന് നമസ്കാരം. അഹങ്കാരതത്വത്തിൽ ഉപാസ്യനായ സംഘർഷണ ഭഗവാന് നമസ്കാരം. നമോ വിജ്ഞാനമാത്രായ പരമാനന്ദമൂർത്തയേ ആത്മാരാമായ ശാന്തായ നിവൃത്തദ്വൈതദൃഷ്ടയേ. രാഗലോപാദി വൃത്തികൾ കൂടാതെ ശാന്തനായും പരമാനന്ദ സ്വരൂപനായും ആത്മാവിൽ രമിക്കുന്നവനായും ഞാനെന്നും എൻ്റേതെന്നുമുള്ള അധ്യാസമില്ലാത്തവനായും വിജ്ഞാനം മാത്രമായുമിരിക്കുന്ന ശ്രീ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ആത്മാനന്ദാനുഭൂത്യൈവ നസ്തശക്തിർമയേ നമഃ ഋഷികേശായ മഹദേ നമസ്തേ വിശ്വമൂർത്തയേ. ആത്മസ്വരൂപമായ ആനന്ദത്തിൻ്റെ അനുഭവം നിമിത്തം മായാകാര്യങ്ങളായ രാഗദ്വേഷാദിവൃത്തികളെ അതിക്രമിച്ചവനും സർവേന്ദ്രിയങ്ങളെയും പ്രേരിപ്പിക്കുന്ന സർവാന്തര്യാമിയും എങ്ങും വ്യാപിച്ചിരിക്കുന്നവനും വിശ്വാത്മകനുമായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. വജസ്യുപരതേ പ്രാപ്യ യേകോ മനസാ സഹ അനാമരൂപശ്ചിന്മാത്രഃ സോവ്യാന്ന സദസത്പരഃ. യാതൊരുവനെ വാക്ക് മനസ്സ് മുതലായ യാതൊരു ഇന്ദ്രിയങ്ങളും പ്രാപിക്കാതെ അടങ്ങിയിരിക്കുന്ന സമയം ഭക്തന്മാരുടെ ഹൃദയകമലത്തിൽ കാരുണ്യനിമിത്തം സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഏകൻ മാത്രമായിട്ട് സ്വയമേവ വിളങ്ങുന്നുവോ സർവകാര്യകാരണങ്ങളുടെ പരമകാരണഭൂതനായ ആ ഭഗവാൻ ഞങ്ങളെ സംസാരക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ. ഭഗവാന്റെ വിശ്വരൂപം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്നതുപോലെ സച്ചിദാനന്ദ സ്വരൂപം ഇന്ദ്രിയ ഗോചരമല്ല. ഭക്താനുഗ്രഹ തത്പരനായിരിക്കുന്ന ഭഗവാൻ സ്വയമേവ സ്വരൂപത്തെ ഭക്തന്മാർക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ മാത്രമേ അതിനെ സാക്ഷാത്കരിപ്പാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും ദൃശ്യമല്ലാത്തതുകൊണ്ട് അങ്ങനെ സച്ചിദാനന്ദാത്മകമായ ഒരു സ്വരൂപം ഭഗവാൻ ഇല്ലെന്ന് വിചാരിക്കുന്നത് മൂഢതയാകുന്നു. ഭക്തി കൊണ്ട് പരിശുദ്ധമായ അന്തരംഗത്തിൽ ആ സ്വരൂപം സ്ഫുരിക്കുവാൻ തക്കവിധം ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാർക്ക് മാത്രം ആ പരമാനന്ദ സ്വരൂപം അറിയുവാൻ കഴിയുമെന്ന് സാരം. യസ്മിന്നിദം യതശ്ചേദം തിഷ്ഠത്യപ്യേതി ജായതേ മൃണ്മയേ ശിവമൃജ്ജാതി തസ്മൈ തേ ബ്രഹ്മണേ നമഃ. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഘടശരാവാദി നാനാവിധ പാത്രങ്ങൾ നാമരൂപങ്ങൾ കൊണ്ട് ഭിന്നങ്ങളായിരുന്നാലും പരമാർത്ഥത്തിൽ മണ്ണു മാത്രമായിരിക്കുന്നു. മണ്ണിൽ നിന്ന് ജനിച്ചു മണ്ണായിട്ട് തന്നെ ഇരിക്കുന്നു, മണ്ണിൽ തന്നെ ലയിക്കുന്നു. അതുപോലെ ഈ കാണപ്പെടുന്ന ലോകം യാതൊരുവനിൽ നിന്ന് ജനിച്ചു യാതൊരുവനാകുന്ന അധിഷ്ഠാനത്തിലിരിക്കുന്നു, യാതൊരുവനിൽ തന്നെ ലയിക്കുന്നു. വേദപ്രതിപാദ്യനും സർവസ്വരൂപനുമായ ആ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഘടശരാവാദികളുടെ നിമിത്തകാരണം കുലാലൻ, ഉപാദകാരണം മണ്ണ്. ലോകത്തിൻ്റെ നിമിത്തോപാദന കാരണങ്ങൾ രണ്ടും ഏകനായ ഈശ്വരൻ തന്നെ എന്നു ധരിക്കണം. മൺപാത്രങ്ങൾ മണ്ണ് മാത്രമായിരിക്കുന്നത് പോലെ ലോകം ഈശ്വരമയമാണെന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഉപമ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന സ്പൃശന്തിന വിദുർമനോബുദ്ധീന്ദ്രിയാസവഃ അന്തർബഹിശ്ച വിദദം വ്യോമവത്തന്നതോസ്മ്യഹം. വാക്പാണ്യാദികളായ കർമ്മേന്ദ്രിയങ്ങൾ യാതൊന്നിനെ സ്പർശിക്കുന്നില്ലയോ, മനസ്സ് ബുദ്ധി മുതലായ ജ്ഞാനസാധനങ്ങൾ യാതൊന്നിനെ അറിയുന്നില്ലയോ, ആകാശം പോലെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്ന അതിനെ ഞാൻ നമസ്കരിക്കുന്നു. ദേഹേന്ദ്രിയ പ്രാണമനോധിയോമീയദംശവിദ്ദ പ്രചരന്തി കർമ്മസു നൈവാന്യതാലോഹമിവ പ്രദപ്തം സ്ഥാനേഷു തദ്ഭ്രഷ്ടപദേശമേതി. ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവ യാതൊരുവൻ്റെ ചൈതന്യാംശത്താൽ വ്യാപിക്കപ്പെട്ടവയായിട്ട് ജാഗ്രത്, സ്വപ്നം എന്നീ രണ്ടവസ്ഥകളിൽ അവരവരുടെ വ്യാപാരത്തെ നടത്തുന്നു. മറ്റു സമയത്തിൽ സുഷുപ്തി, മൂർച്ഛ എന്നീ അവസരങ്ങളിൽ ചൈതന്യാംശ പ്രേരണയില്ലാത്തതുകൊണ്ട് സ്വവ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നില്ല. ഇരുമ്പ് മുതലായ ലോഹങ്ങൾ തീയിലിട്ടു പഴുപ്പിച്ചാൽ മാത്രം തൊടുന്നവരുടെ കൈ ദഹിപ്പിക്കും. അഗ്നിസംബന്ധം ഇല്ലെന്നു വരികിൽ ലോഹത്തിന് ദഹിപ്പിക്കുവാൻ ശക്തിയുമില്ല. അതുപോലെ ഇന്ദ്രിയാദികൾ സ്വവ്യാപാരങ്ങളെ നടത്തുന്നത് തന്നെ
ചൈതന്യ പ്രേരണ നിമിത്തമാകയാൽ ആ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ആ ചൈതന്യത്തെ അറിയുന്നത്? ജാഗ്രത് സ്വപ്ന സുഷുപ്തികാലങ്ങളിൽ ദ്രഷ്ടാവ് എന്ന സംജ്ഞയെ വഹിച്ചിരിക്കുന്ന ജീവനും ആ ചൈതന്യത്തെ അറിയുന്നില്ല. ആ ചൈതന്യം എപ്പോഴും ജീവനെ അറിയും. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സകല സാത്വത പരിവൃഢ നികരകര കമല കുഡ്മുളോപലാളിത ചരണാരവിന്ദയുഗള പരമ പരമേഷ്ടിൻ നമസ്തേ. മുകളിൽ പറഞ്ഞ വിധം സ്തോത്രം ചെയ്ത ശേഷം ജപിക്കുവാനുള്ള മന്ത്രത്തെ പറയുന്നു. ഹേ ബ്രഹ്മാദി ദേവന്മാരുടെയും നിയന്താവായിരിക്കുന്ന പരമോത്കൃഷ്ടനായുള്ളവനെ, ജ്ഞാനാദികളായ 6 ഗുണങ്ങളാൽ പരിപൂർണനും ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുവാൻ മതിയായ അനുഭാവത്തോടു കൂടിയവനും മഹാലക്ഷ്മി ദേവിയുടെ ഭർത്താവും സകല ഭക്തശ്രേഷ്ഠ സമൂഹ കരകമലങ്ങളാൽ സേവിക്കപ്പെടുന്ന ചരണാരവിന്ദത്തോടു കൂടിയവനും മഹാപുരുഷനുമായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ശ്രീ ശുക ഉവാച. ഭക്തായൈതാം പ്രപന്നായ വിദ്യാമാദിശ്യ നാരദഃ യായവങ്കിരസാസാഘം ധാമസ്വയംഭുവം പ്രഭോ. ഹേ രാജാവേ, ശരണം പ്രാപിച്ചവനും ഭക്തനുമായ ചിത്രകേതുവിന് ഈ വിദ്യ ഉപദേശിച്ച ശേഷം നാരദമുനി അങ്കിരസിനോടുകൂടി ബ്രഹ്മലോകം പ്രാപിച്ചു. ചിത്രകേതുസ്തു വിദ്യാം താം യഥാ നാരദ ഭാഷിതം ധാരയാമാസ സപ്താഹമഭക്ഷസ്സു സമാഹിതഃ. ചിത്രകേതു രാജാവാകട്ടെ ശ്രീനാരദൻ ഉപദേശിച്ച ആ വിദ്യയെ സ്വരം, വർണ്ണം മുതലായവയിൽ പിഴ കൂടാതെ വിധിപ്രകാരം മനസമാധാനത്തോടും ജലം മാത്രം പാനം ചെയ്യുന്ന മഹാവ്രതത്തോടും കൂടി 7 ദിവസം ജപിച്ചു. തതശ്ച സപ്തരാത്രാന്തേ വിദ്യയാ ധാര്യമാണയ വിദ്യാധരാധിപത്യം സ ലേഭേ പ്രതിഹതം നൃപ. ഹേ രാജാവേ, 7 ദിവസങ്ങളുടെ അവസാനത്തിൽ ചിത്രകേതു ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആ വിദ്യയുടെ പ്രഭാവം നിമിത്തം ആർക്കും അതിക്രമിപ്പാൻ കഴിയാത്ത ആജ്ഞയോടുകൂടിയ വിദ്യാധരാധിപത്യത്തെ പ്രാപിച്ചു. തതഃകതിപയാഹോഭിർവിദ്യയേദ്ധ മനോഗതിഃ ജഗാമദേവദേവസ്യ ശേഷസ്യ ചരണാന്തികം. അതിൽ പിന്നെ കുറേ ദിവസങ്ങൾ കൊണ്ട് വിദ്യാമാഹാത്മ്യത്താൽ മനസ്സിൻ്റെ ഗതിക്ക് തടസ്സമില്ലാതെയായതിനാൽ ദേവദേവനായ ആദിശേഷൻ്റെ ചരണസമീപത്തെ പ്രാപിച്ചു. മൃണാളഗൗരം ശിതിവാസസം സ്ഫുരത് കിരീടകേയൂരകടിത്രകങ്കണം പ്രസന്നവക്ത്രാരുണലോചനം വൃതം ദദർശ സിദ്ധേശ്വരമണ്ഡലൈ പ്രഭും. ചിത്രകേതുവിനാൽ കാണപ്പെട്ട സംഘർഷണ രൂപത്തെ വർണ്ണിക്കുകയാണ്. താമരനാളത്തിൻ്റെ അന്തർഭാഗത്തിലുള്ള നൂലെന്ന പോലെ വെളുത്ത വർണ്ണമുള്ള ശരീരത്തിൽ നീലനിറമുള്ള പട്ടുവസ്ത്രം ധരിച്ചും ഏറ്റവും പ്രകാശമുള്ള ശിരോഭൂഷണമായ കിരീടം, തോൾവള, അരഞ്ഞാൾ, കൈവള മുതലായ ആഭരണങ്ങളോട് കൂടിയും സുപ്രസന്നമായ മുഖത്തിൽ രക്തനിറമുള്ള നേത്രങ്ങളോടുകൂടിയും സനകാദികളായ സിദ്ധേശ്വരന്മാരാൽ ചുറ്റപ്പെട്ടുമിരിക്കുന്ന പ്രഭുവായ ആ ആദിശേഷനെ കണ്ടു. തദ്ദർശനദ്വസ്ത സമസ്ത കിൽബിഷഃ സ്വച്ഛാമലാന്തഃകരണോഭ്യയാൻ മുനിഃ പ്രവൃദ്ധഭക്ത്യ പ്രണയാശ്രുലോചനഃ പ്രഹൃഷ്ടരോമാനമദാദിപൂരുഷം. സംഘർഷണമൂർത്തിയെ കണ്ടതുകൊണ്ട് തന്നെ സകല പാപങ്ങളും നശിച്ചു. അന്ധകരണം അത്യന്തം പരിശുദ്ധമായി. രാഗാദിദോഷങ്ങൾ മുഴുവനും നീങ്ങി. വാക്കുകളെ അടക്കി. പരമപ്രേമനിമിത്തം നേത്രങ്ങളിൽ ബാഷ്പം നിറഞ്ഞു രോമാഞ്ചമുണ്ടായി. അടക്കാൻ കഴിയാത്ത ഭക്തിയോടുകൂടി ഭഗവാന്റെ മുൻഭാഗത്ത് ചെന്ന് നമസ്കരിച്ചു. സ ഉത്തമശ്ലോകപദാബ്ജവിഷ്ടരം പ്രേമാംശ്രുലേശൈരുപമേഹയൻ മുഹുഃ പ്രേമോപരുദ്ധാഖിലവർണ്ണനിർഗമോ നൈവ ശഗത്തം പ്രസമീഡിതും ചിരം. അദ്ദേഹം ഭക്ത്യാധിക്യം നിമിത്തം ഒഴുകുന്ന നേത്രജലത്താൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ വീണ്ടും വീണ്ടും അഭിഷേകം ചെയ്തു. സന്തോഷാധിക്യം നിമിത്തം മേൽക്കുമേൽ പുറപ്പെടുന്ന ബാഷ്പകലകളാൽ കണ്ടമാർഗം തടയപ്പെട്ടതിനാൽ വാക്കുകൾ പുറത്തേക്ക് പുറപ്പെടുവാൻ തരമില്ലാതെ വന്നതുകൊണ്ട് കുറേയധികം നേരം ഭഗവാനെ സ്തോത്രം ചെയ്യുവാൻ സാധിക്കാതെ നിന്നുപോയി. തതസ്സമാദായ മനോമനീഷയ ബഭാഷയേതത് പ്രഭിലബ്ധവാഗസൗ നിയമ്യ സർവേന്ദ്രിയബാഹ്യവർത്തനം ജഗദ്ഗുരും സാത്വതശാസ്ത്രവിഗ്രഹം. അനന്തരം വിചാരശക്തിയാൽ മനസ്സിനെ അടക്കുകയും ഇന്ദ്രിയങ്ങളുടെ ബാഹ്യ വ്യാപാരങ്ങളെ ഉപസംഹരിക്കുകയും ചെയ്തു. അപ്പോൾ വാക്കുകൾക്ക് പുറത്തേക്ക് പുറപ്പെടുവാൻ തടസ്സമില്ലാതെയായി. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ധ്യാനിപ്പാനായി പഞ്ചരാത്രം മുതലായ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനായ ജഗദ്ഗുരുവിനെ ഇപ്രകാരം സ്തുതിച്ചു. ചിത്രകേതുരുവാച.
അജിതജിതസമമതിഭിः സാധുഭിർഭവാൻ ജിതാത്മഭിർഭവതാ വിജിതാസ്തേ ബിജഭജതാ മഹാത്മാനാം യ ആത്മദോതികരുണഃ. ചിത്രകേതു പറഞ്ഞു, ഹേ ഭഗവൻ, ആരാലും ജയിക്കപ്പെടാതിരിക്കുന്ന അങ്ങയെ മനസ്സിനെ അടക്കിയവരും സർവത്ര സമഭാവനയോട് കൂടിയവരുമായ ഭക്തന്മാർ വശീകരിക്കുന്നു. ഒന്നിനെയും ആഗ്രഹിക്കാത്ത അവരെ അങ്ങും വശീകരിക്കുന്നു. അതികരുണയോടുകൂടിയ ഭവാൻ യാതൊന്നിനെയും ആഗ്രഹിക്കാതെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നു. തവ വിഭവ ഖലു ഭഗവൻ ജഗതുദയസ്ഥിതിലയാദീനി വിശ്വസൃജസ്തേ അംശാംശ്ച തത്ര മൃഷാ സ്പർദ്ധന്തേ പൃഥഗഭിമത്യ. സേവ്യനും ഭഗവാനും സേവകരായ ഭക്തന്മാരും അന്യോന്യം അധീനരാകുന്നുവെന്ന് ഉറപ്പിച്ച ശേഷം ഭഗവാന്റെ മഹിമയെ സൂചിപ്പിക്കുന്നു. ഹേ ഭഗവൻ, ലോകങ്ങളെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നതും സർവത്ര ജീവരൂപേണ വിളങ്ങുന്നതും സകലത്തെയും അതാതിൻ്റെ നിലയ്ക്ക് നിർത്തുന്നതും അങ്ങയുടെ ലീല തന്നെയാകുന്നു. സൃഷ്ടിയാദികൾ നടത്തുന്നത് ബ്രഹ്മാദി ദേവന്മാരല്ലയോ എന്നുള്ള ശങ്കയ്ക്ക് അവകാശമില്ല. അവർ അങ്ങയുടെ അംശാംശത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. അവരെയും അങ്ങയുടെ മായാശക്തി മോഹിപ്പിക്കുന്നതുകൊണ്ട് ഭേദഭാവം നിമിത്തം അവർ അന്യോന്യം സ്പർദ്ധിക്കുന്നു. പരമാണു പരമമഹതോ സ്ത്വമാദ്യന്താന്തരവർത്തി ത്രയവിദുരഃ ആദാവന്തേ ബിജസത്വാനാം യദ്ധ്രുവം തദേവാന്തരാളേബി. സൂക്ഷ്മവും മൂലകാരണവുമായ പരമാണുവിൻ്റെയും സർവോത്കൃഷ്ടവും അന്തിമകാര്യവുമായ മഹത്തത്വത്തിൻ്റെയും മധ്യത്തിൽ വർത്തിക്കുന്ന സ്വഭാവത്തോടുകൂടിയ അങ്ങ് ആദിയും മധ്യവും അവസാനവുമില്ലാത്തവനാകുന്നു. സത്വേന പ്രതീയമാനങ്ങളായിരിക്കുന്ന കാര്യങ്ങളുടെ ആദിയിലും അവസാനത്തിലും നാശരഹിതമായിരിക്കുന്ന വസ്തു യാതൊന്നോ അതുതന്നെ മധ്യത്തിലും സ്ഥിരമായിരിക്കുന്ന പദാർത്ഥം. ആഭരണമായി തീരുന്നതിനു മുമ്പും ആഭരണസ്വരൂപത്തിൻ്റെ നാശത്തിനു ശേഷവും സ്വർണം സത്യമായിരിക്കുന്നതുകൊണ്ട് ആഭരണമായിരിക്കുന്ന സമയത്തിലും സ്വർണം തന്നെ സത്യപ്രദാർത്ഥം. അതുപോലെ ആദിമധ്യാന്തസ്ഥാനത്തിലും സത്യമായ വസ്തു അങ്ങാകുന്നു. ക്ഷിത്യാദിഭിരേഷ കിലാവൃതഃ സപ്തഭിർദശഗുണോത്തരൈരാണ്ഡകോശഃ യത്ര പദതൃണുക്കൽപഃ സഹാണ്ഡകോടിഭിസ്തദനന്തഃ. കാലപരിച്ഛേദം ഇല്ലാത്തവനാണെന്ന് നിരൂപിച്ചതിൽ പിന്നെ ദേശപരിച്ഛേദമില്ലെന്ന് ഈ പദ്യത്തിൽ കാണിക്കുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്വത്വം എന്നീ 7 പദാർത്ഥങ്ങൾ ഒന്നിനേക്കാൾ മറ്റൊന്ന് 10 ഇരട്ടി വലിപ്പമുള്ളവയാകുന്നു. ഇവയാൽ മൂടപ്പെട്ടിരിക്കുന്നതാണ് ഈ ബ്രഹ്മാണ്ഡം. ഇപ്രകാരമുള്ള കോടി ബ്രഹ്മാണ്ഡം യാതൊന്നിൽ പരമാണുപ്രായമായിട്ട് ചുറ്റിത്തിരിയുന്നുവോ ആ വസ്തു ദേശപരിച്ഛേദം ഇല്ലാത്തതിനാൽ അനന്തമാകുന്നു. വിഷയതൃഷോ നരപശവോ യ ഉപാസതേ വിഭൂതിർന പരം ത്വാം തേഷാമാശിഷ ഈശ തദനു വിനശ്യന്തി യഥാ രാജകുലം. നശ്വരങ്ങളായ ഐഹിക മുഷ്മിക ഭോഗങ്ങളെ ആഗ്രഹിക്കുന്നവർ വിവേകമില്ലാത്തവരായതുകൊണ്ട് മനുഷ്യ സ്വരൂപത്തിലുള്ള മൃഗങ്ങളാകുന്നു. അവർ സ്വർഗാദി ഭോഗങ്ങൾ ആഗ്രഹിച്ച് അങ്ങയുടെ അംശഭൂതന്മാരായ ഇന്ദ്രാദി ദേവന്മാരെ സേവിക്കുന്നു. സർവോത്കൃഷ്ടനായ അങ്ങയെ സേവിക്കുന്നില്ല. ഇന്ദ്രാദികളാൽ നൽകപ്പെടുന്ന ഭോഗങ്ങളാട്ടെ അവരുടെ നാശത്തോടുകൂടി ക്ഷയിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രാദികൾ തന്നെ നാശമുള്ളവരായതുകൊണ്ട് അവരാൽ ദാനം ചെയ്യപ്പെട്ട ഭോഗങ്ങൾ അവരുടെ നാശാനന്തരം നിലനിൽക്കുക ഇല്ലെന്ന് പറയണമെന്നില്ലല്ലോ. രാജാക്കന്മാരാൽ നൽകപ്പെട്ട അനുഗ്രഹം അവരുടെ നാശത്തിനു ശേഷം നിലനിൽക്കാത്തതുപോലെയാകുന്നു ഇന്ദ്രാദി ദേവന്മാരിൽ നിന്നു സിദ്ധിക്കുന്ന അനുഗ്രഹങ്ങളും. അതിനാൽ തുച്ഛങ്ങളായ സ്വർഗാദിലോകങ്ങളെ ആഗ്രഹിച്ച് ഇന്ദ്രാദി ദേവന്മാരെ സേവിക്കുന്നത് വിവേകമില്ലായ്മയുടെ ലക്ഷണം തന്നെ. കാമദീയസ്ത്വൈരജിതാ ന പരമരോഹന്തി യഥാ കരംബബീജാനി ജ്ഞാനാത്മന്യഗുണമയേ ഗുണഗണദോസ്യ ദ്വന്ദ്വജാലാനി. വിഷയാഗ്രഹം കൊണ്ടാണെങ്കിൽ കൂടിയും ഭഗവാനെ സേവിക്കുന്ന പക്ഷം മോക്ഷം ലഭിക്കും. അങ്ങനെയിരിക്കെ നിഷ്കാമ സേവ തന്നെയാണെങ്കിൽ പിന്നെ പറയണമോ എന്ന് സൂചിപ്പിച്ചും കൊണ്ട് പറയുന്നു. ഹേ പുരുഷോത്തമ, ബലകാംക്ഷയോട് കൂടിയാണെങ്കിലും അങ്ങയിൽ വയ്ക്കപ്പെടുന്ന സങ്കല്പങ്ങൾ രണ്ടാമത് ജന്മത്തിന് കാരണമായി ഭവിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജീവാത്മാവിന് സുഖദുഃഖബാധയുണ്ടാകുന്നത് ഗുണസംബന്ധ നിമിത്തമാകുന്നു. പ്രാകൃത ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ജ്ഞാനസ്വരൂപനായ അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന ജീവാത്മാവ് ക്രമത്തിൽ ഗുണാതീതനായി ഭവിക്കും. അതുകൊണ്ട് രണ്ടാമത് ശരീര പരിഗ്രഹം ഉണ്ടാകുകയില്ല.
വറുത്ത വിത്തുകൾ മുളയ്ക്കാത്തതുപോലെ അങ്ങയിൽ വയ്ക്കപ്പെടുന്ന സങ്കല്പങ്ങൾ സംസാര ക്ലേശങ്ങളെ ജനിപ്പിക്കുകയില്ല. ജിതമജിത യഥാ ഭവത യഥാഹ ഭാഗവതം ധർമ്മമനവദ്യം നിഷ്കിഞ്ചനായേ മുനയോ ആത്മാരാമ യമുപാസതേ പവർഗായ. ഭഗവത് ഭജനം തന്നെ ശ്രേഷ്ഠമെന്ന് സാധിച്ചതിന് ശേഷം ഭഗവത് ഭജന സമ്പ്രദായത്തെ ഉറപ്പിച്ചതിനെക്കുറിച്ച് ഭഗവാനെ സ്തുതിക്കുന്നു. ഹേ അജിത, അങ്ങ് സർവോത്കർഷേണ വർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയെ പ്രാപിക്കുവാനുള്ള ഭജനമാർഗത്തെ അങ്ങു തന്നെ ഉറപ്പിച്ചുവല്ലോ. സകല കാംക്ഷകളെയും വെടിഞ്ഞ് അങ്ങയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാരാമന്മാർ കൂടി ഭജനമാർഗത്തെ നിരന്തരം ഉപാസിക്കുന്നു. വിഷമമതിർനയത്ര നൃണാം ത്വമഹമിതി മമ തവേദി യദന്യത്ര വിഷമതിയ രചിതോ യഃ സഹ്യവിശുദ്ധ ക്ഷയിഷ്ണുരധർമ്മബഹുലഃ. നിഷ്കാമ ഭജനമാർഗം നിർദോഷമാണെന്ന് ആദ്യം സൂചിപ്പിച്ചതിനെ സാധിക്കുന്നു. നിഷ്കാമ ഭജനരൂപമായ ഭാഗവതധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് ഞാൻ, നീ, എൻ്റേത്, നിൻ്റേത് എന്നുള്ള ഭേദഭാവന ഉണ്ടാകുകയില്ല. സകാമ ഭക്തിയാകട്ടെ ഭേദഭാവനയോടുകൂടിയതും അധർമ്മബഹുളവും ക്ഷയിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ബലത്തെ ഉദ്ദേശിക്കുന്നതുമാകയാൽ പരിശുദ്ധമല്ല. ഖക്ഷേമോ നിജപരയോഹോ കിയാനർത്ഥസ്സു പരദ്രുഹാധർമ്മേണ സ്വദ്രോഹാത്തവ കോപഃ പരം സംപീഡയാ തഥാ ധർമ്മഃ. മുമ്പ് വിവരിച്ചതിനെ തന്നെ ഒന്നുകൂടി സ്പഷ്ടമാക്കുന്നു. തന്നെയും പരന്മാരെയും ദ്രോഹിക്കുന്നതായ ധർമ്മത്താൽ തനിക്കും പരന്മാരായ പുത്രബാന്ധവാദികൾക്കും എന്തൊരു ക്ഷേമവും പ്രയോജനവുമാണ് ഉണ്ടാകുന്നത്. സ്വശരീരദ്രോഹം നിമിത്തം ഈശ്വരനായ അങ്ങയുടെ കോപമുണ്ടാകും. പരപ്രാണികളെ ഹിംസിക്കുന്നതുകൊണ്ട് അധർമ്മവും നേരിടും. ന വ്യഭിചരതി തവേക്ഷ യയാ ഹ്യഭിഹിതോ ഭാഗവതോ ധർമ്മഃ സ്ഥിരജരസത്വകദംബേഷ്വ പൃഥഗ്ധിയോ യമുപാസതേ ത്വാര്യാഃ. നിഷ്കാമഭജനത്തിൽ ബലപ്രാപ്തി പ്രത്യക്ഷമല്ലാത്തതുകൊണ്ട് അതിൽ ഏർപ്പെടുന്നവർ കുറയും. സകാമഭജനത്തിൽ പ്രത്യക്ഷ ബലപ്രാപ്തി ഉള്ളതുകൊണ്ട് അതിൽ ബഹുജനങ്ങൾ പ്രവർത്തിക്കും. അതിനാൽ നിഷ്കാമ ഭജനധർമ്മത്തെ ഉറപ്പിച്ചതുകൊണ്ട് ബലമില്ല എന്നുള്ള ശങ്ക തീർത്തും കൊണ്ട് പറയുന്നു. യാതൊരുവിധമായ ദർശനത്താൽ നിഷ്കാമ ഭജനമാർഗം അങ്ങയാൽ സ്ഥാപിക്കപ്പെട്ടുവോ നിർവ്യാജമായെന്നെ ഭജിക്കുന്ന ജീവരാശികൾ കൃതാർത്ഥരായി ഭവിക്കും എന്നുള്ള അങ്ങയുടെ ആ സങ്കല്പം ഒരു കാലത്തും നിഷ്ഫലമായി ഭവിക്കുന്നില്ല. സ്ഥാവര ജംഗമങ്ങളായി കാണപ്പെടുന്ന പ്രാണികളിൽ ഭേദഭാവനയില്ലാത്ത സാധുജനങ്ങൾ നിഷ്കാമ ഭജനമാർഗത്തെ തന്നെ ആശ്രയിക്കുന്നു. അനധികാരികളായ അവിവേകികൾ വിഷയകാമന നിമിത്തം സേവിക്കുന്നുവെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ബലം ക്ഷണകാലം കൊണ്ട് നശിക്കുകയും അവർ വീണ്ടും സംസാരക്ലേശത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു. വിവേകികളാകട്ടെ യാതൊന്നിനെയും കാക്ഷിക്കാതെ അങ്ങയെ സേവിക്കുകയും പരമഗതി പ്രാപിക്കുകയും ചെയ്യുന്നു. അതിനാൽ അങ്ങയുടെ സങ്കല്പം ഒരു കാലത്തും വ്യർത്ഥമായി ഭവിക്കുന്നില്ല. നഹി ഭഗവന്നഘടിതമിദം ത്വദ്ദർശനാനൃണാമഖില പാപക്ഷയഃ എന്നാമസ്കൃശ്രവണാത് പുൽക്കസഗോപി വിമുച്യതേ സംസാരാത്. അത്ര മഹത്തായ നിഷ്കാമ ഭജനമാർഗത്തെ ഏർപ്പെടുത്തിയ അങ്ങ് ദർശനം കൊണ്ട് തന്നെ മനുഷ്യരുടെ സകല പാപവും നശിക്കുന്നു എന്ന സംഗതി ഒരു കാലത്തും സംഭവിക്കാതിരിക്കുന്നില്ല. യാതൊരു ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം ഒരിക്കൽ കേൾക്കുന്നതുകൊണ്ട് ചണ്ടാളം കൂടി സംസാരത്തിൽ നിന്ന് അത്യന്തം നിവൃത്തി പ്രാപിക്കുന്നു. അങ്ങനെയിരിക്കെ അങ്ങയുടെ സന്ദർശനം സകല പാപക്ഷയകരമാണെന്ന് പറയണമോ? അധ ഭഗവൻ വയമധുനാ ത്വദേവ ലോക പരിമൃഷ്ടാശയമലാഹ സുരഋഷിണായതുദിതം താവകേന കഥമന്യതാ ഭവതി. അതുകൊണ്ട് ഹേ ഭഗവൻ, ഇപ്പോൾ അങ്ങയെ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ അന്ധഃകരണത്തിലുള്ള രാഗാദിദോഷങ്ങൾ നിശേഷം നശിക്കയാൽ ഞങ്ങൾ പരിശുദ്ധന്മാരായി ഭവിച്ചു. അങ്ങയുടെ ഭക്തനായ ദേവർഷി പറഞ്ഞത് എങ്ങനെ വ്യർത്ഥമാകും? വിദിതമനന്ത സംസ്ഥം തവ ജഗദാത്മനോ ജനൈരിഹാചരിതം വിജ്ഞാപ്യം പരമഗുരോഹോ കിയദിവ സവിതുരിവ കദ്യോദൈഹി. ശ്രീ നാരദമുനിയുടെ കാരുണ്യത്താൽ ഞാൻ കൃതാർത്ഥനായെന്ന സംഗതി പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. സകല ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന അങ്ങ് ജനങ്ങളുടെ സകല പ്രവൃത്തികളും അറിഞ്ഞു തന്നെയിരിക്കുന്നു. പരമഗുരുവായിരിക്കുന്ന അങ്ങയെ അറിയിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. സൂര്യൻ്റെ മുമ്പാകെയുള്ള പദാർത്ഥങ്ങളെ മിന്നാമിനുങ്ങുകൾ പ്രകാശിപ്പിക്കേണ്ടതില്ലല്ലോ. നമസ്തുഭ്യം ഭഗവതേ
സകല ജഗത് സ്ഥിതിലയോദയേശായ ദുരവസിതാത്മകതയെ കുയോഗിനാം പിതാ പരമഹംസായ. യോഗസിദ്ധി ഇല്ലാത്തവർ ഭേദഭാവനയുള്ളവരായതുകൊണ്ട് അവർ അങ്ങയുടെ പരമാർത്ഥ തത്വത്തെ അറിയുന്നില്ല. സകല ലോകങ്ങളെയും സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്ന സർവേശ്വരനും ജ്ഞാനാദി ഗുണപരിപൂർണനും നിർവികാര സ്വരൂപനുമായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. യം വൈശ്വസന്തമനു വിശ്വസൃജശ്വസന്തി യം ചേകിതാനമനു ചിത്തയ ഉച്ചകന്തി ഭൂമണ്ഡലം സർഷപായതി യസ്യ മൂർധനി തസ്മൈ നമോ ഭഗവതേസ്തു സഹസ്രമൂർധനെ. ലോകങ്ങളെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാദിദേവന്മാരും അവരാകുന്ന അധിഷ്ഠാന ദേവതകളോടുകൂടിയ കർമ്മേന്ദ്രിയങ്ങളും സർവാന്തര്യാമിയായ യാതൊരുവൻ്റെ ചേഷ്ടയെ അനുസരിച്ച് ചേഷ്ടിക്കുന്നുവോ, എല്ലാം അറിഞ്ഞും പ്രകാശിപ്പിച്ചും കൊണ്ടിരിക്കുന്ന യാതൊരുവനെ അനുസരിച്ച് സൂര്യചന്ദ്രമസ്സുകൾ തുടങ്ങിയ തേജോഗോളങ്ങളും അവരാകുന്ന അധിഷ്ഠാന ദേവതകളോടുകൂടിയ ജ്ഞാനേന്ദ്രിയങ്ങളും പദാർത്ഥങ്ങളും പ്രകാശിപ്പിക്കുകയും ശബ്ദസ്പർശാദി വിഷയങ്ങളെ അറിയുകയും ചെയ്യുന്നുവോ, യാതൊരുവൻ്റെ ശിരസിൽ ഭൂമണ്ഡലം കടുകിൻമണി പോലെ ഇരിക്കുന്നുവോ, 1000 ശിരസ്സോടുകൂടിയ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ശ്രീ ശുക ഉവാച. സംസ്തുതോ ഭഗവാനേവം അനന്തസ്തമഭാഷത വിദ്യാധരപദീം പ്രീതശ്ചിത്രകേതും കുരുദ്വഹ. ശ്രീ ശുഗമുനി അരുളി ചെയ്തു, ഹേ കുരുകുലശ്രേഷ്ഠ, ഇപ്രകാരം ഭക്തിപൂർവം സ്തോത്രം ചെയ്യപ്പെട്ട ഭഗവാൻ ആദിശേഷൻ സന്തുഷ്ടനായി വിദ്യാധര ശ്രേഷ്ഠനായി ഭവിച്ചിരിക്കുന്ന ആ ചിത്രകേതുവിനോട് ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച. എന്നാങ്കിരോഭ്യാം തേ വ്യാഹൃതം മേനുശാസനം സംസിദ്ധോസിത്തയാ രാജൻ വിദ്യയാ ദർശനാച്ചമേ. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, ഹേ രാജാവേ, നാരദനും അങ്കിരസും എന്നെ സംബന്ധിച്ചുള്ള യാതൊരു തത്വത്തെ അങ്ങയ്ക്കായി ഉപദേശിച്ചുവോ, സ്തോത്രമന്ത്രരൂപമായ ആ വിദ്യ കൊണ്ടും എൻ്റെ ഈ ദർശനം കൊണ്ടും അങ്ങ് കൃതാർത്ഥനായി ഭവിച്ചിരിക്കുന്നു. അഹം വൈ സർവഭൂതാനി ഭൂതാത്മാ ഭൂതഭാവനഃ ശബ്ദബ്രഹ്മ പരം ബ്രഹ്മ മമോപേശാശ്വതീതനു. സകല ഭൂതങ്ങളും ഭൂതങ്ങളിൽ ആത്മാവായിരിക്കുന്നവനും ഭൂതങ്ങളെ പ്രകാശിപ്പിക്കുന്നവനും ഞാൻ തന്നെയാകുന്നു. ധർമാധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുന്ന ശബ്ദബ്രഹ്മരൂപമായ വേദവും സർവാന്തര്യാമിയായിട്ട് സകലത്തെയും നിലക്കി നിർത്തുന്ന പരബ്രഹ്മവും രണ്ടും നാശമില്ലാത്ത എൻ്റെ 2 രൂപങ്ങളാകുന്നു. ലോകേ വിദതമാത്മാനം ലോകം ചാത്മനി സന്തതം ഉഭയം ച മയാ വ്യാപ്തം മയി ചൈവോഭയം കൃതം. ലോകത്തിൽ ഭോഗ്യരൂപമായി കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ ഭോക്താവായിട്ട് ആത്മാവിരിക്കുന്നുവെന്നും ലോകം ഭോഗ്യരൂപേണ ജീവനിൽ വ്യാപിച്ചിരിക്കുന്നുവെന്നും അവ രണ്ടും കാരണസ്വരൂപനായ എന്നിൽ വ്യാപിക്കപ്പെട്ടതാണെന്നും ഞാനാകുന്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ചിരിക്കുന്നതാണെന്നും നീ കണ്ടുകൊള്ളുക. യഥാ സുഷുപ്ത പുരുഷോ വിശ്വം പശ്യതി ചാത്മനി ആത്മാനമേകദേശസ്ഥം മന്യതേ സ്വപ്ന ഉത്തിതഃ ഏവം ജാഗരണാദീനി ജീവസ്ഥാനാനി ചാത്മനഃ മായാമാത്രാണി വിജ്ഞായ തദ്ദ്രഷ്ടാരം പരം സ്മരേത്. ഭോക്താവായ ജീവനും ഭോഗ്യമായ ലോകവും അങ്ങയുടെ സ്വരൂപമാണെങ്കിൽ ജാഗ്രതാദ്യവസ്ഥകളിൽ ജീവൻ ഞാനെന്നും എൻ്റേതെന്നും വിചാരിച്ച് വ്യവഹരിപ്പാൻ എന്തു കാരണം എന്നുള്ള ശങ്കയെ പരിഹരിച്ചും കൊണ്ട് ലോകവ്യവഹാരം മായാമാത്രമാണെന്ന് ഉറപ്പിക്കുന്നു. ഉറങ്ങുന്ന പുരുഷൻ സ്വപ്നത്തിൽ ഗിരിവന നദ്യാദി സഹിതമായ ലോകത്തെ ആത്മാവിൽ കാണുന്നു. അവയുടെ ദ്രഷ്ടാവായിട്ട് താനും വേറെയായിരിക്കുന്നു. ഉണർന്നപ്പോളാകട്ടെ തന്നെ കൂടാതെ യാതൊന്നുമില്ലെന്നും താൻ ഗൃഹത്തിൻ്റെ അല്പമായൊരു സ്ഥാനത്തിൽ ശയിക്കുന്നുവെന്നും കാണുന്നു. ഇതുപോലെ ബുദ്ധിയുടെ അവസ്ഥാഭേദങ്ങളായ ജാഗ്രതാദി സ്ഥാനങ്ങൾ ആത്മാവിൻ്റെ മായാമാത്രങ്ങളാണെന്നും ആത്മാവ് ആ അവസ്ഥകളുടെ ദ്രഷ്ടാവും അവസ്ഥകളിൽ നിന്ന് വേറിട്ടിരിക്കുന്നവനുമാണെന്ന് അറിയണം. ഏന പ്രസുപ്ത പുരുഷഃ സ്വാപം വേദാത്മനസ്തദാ സുഖം ച നിർഗുണം ബ്രഹ്മ തമാത്മാനമവേഹിമാം. ജാഗ്രതാദ്യവസ്ഥകളുടെ ദ്രഷ്ടാവാണ് അങ്ങെന്ന് എങ്ങനെ നിശ്ചയിക്കും? അതിനെന്തു പ്രമാണം എന്ന ചോദ്യത്തിന് ഉത്തരം. സുഖമായി ഉറങ്ങിയ പുരുഷൻ ഉറങ്ങാതിരുന്നതായ യാതൊരാത്മാവിനാൽ ഉറക്കത്തെയും ആത്മാനന്ദത്തെയും അറിഞ്ഞുവോ? സത്വാദി ഗുണത്രയത്തെ അതിക്രമിച്ചും സർവത്ര നിറഞ്ഞുമിരിക്കുന്ന ആത്മാവ് തന്നെ ഞാനെന്ന് അറിഞ്ഞുകൊള്ളുക. ഉഭയം സ്മരത പുംസഃ പ്രസ്വാഭപ്രതിബോധയോഃ അന്വേതി വ്യതിരിച്ഛേദ തജ്ഞാനം ബ്രഹ്മ തത്പരം.
സുഷുപ്തിയുടെ സാക്ഷിയാൽ കാണപ്പെട്ടതും അനുഭവിക്കപ്പെട്ടതും ജാഗ്രതാവസ്ഥയിൽ ജീവൻ എങ്ങനെ സ്മരിക്കുന്നു? ഒരുവൻ കണ്ടതിനെ മറ്റൊരുവൻ എങ്ങനെ സ്മരിക്കും എന്നുള്ള ശങ്കയ്ക്ക് സമാധാനം. ഉറക്കത്തെയും ഉണർവിനെയും അനുസന്ധാനം ചെയ്യുന്ന പുരുഷൻ്റെ യാതൊരു ചൈതന്യാംശം ഉറക്കത്തെയും ഉണർവിനെയും പ്രകാശിപ്പിച്ചും കൊണ്ട് അത് രണ്ടിനോടും ചേർന്നും ചേരാതെയും ഇരിക്കുന്നുവോ? ജീവൻ എന്ന് വ്യവഹരിക്കപ്പെട്ടു വരുന്ന ഈ ചൈതന്യാംശം സാക്ഷാൽ പരബ്രഹ്മ ചൈതന്യം തന്നെ. സാക്ഷി ചൈതന്യമായ ജീവനും പരബ്രഹ്മവും ഭിന്നമല്ല, ഒന്നു തന്നെ. യഥേതത് വിസ്മൃതം പുംസോ മദ്ഭാവം ഭിന്നമാത്മനഃ തതഃ സംസാര ഏതസ്യ ദേഹാദേഹോ മൃതേർമൃതിഃ. മേൽപ്പറഞ്ഞ പ്രകാരം എല്ലാമായി വിളങ്ങുന്ന എൻ്റെ സ്വരൂപത്തെ മറക്കുന്ന വശം ലോകത്തെ ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് കാണും. അതിനാൽ ജീവാത്മാവിന് സംസാര ക്ലേശം അനുഭവിക്കേണ്ടതായി വരും. മനുഷ്യാദി ശരീരങ്ങളെ ധരിക്കുകയും ത്യജിക്കുകയും ചെയ്യുന്നതായ സംസാരത്തിൽ നിന്ന് നിവൃത്തി കിട്ടുവാൻ എൻ്റെ യഥാർത്ഥ ഭാവത്തെ അറിയുക തന്നെ വേണം. ലബ്ധ്വേഹമാനുഷീം യോനിം ജ്ഞാനവിജ്ഞാന സംഭവാം ആത്മാനം യോന ബുദ്ധ്യേത നക്വചിക്ഷേമമാപ്നുയാത്. ഇതര യോനികളിൽ ജനിക്കുന്നവർക്കും വിഷയ സുഖാനുഭവം സാധിക്കും. ആത്മവിജ്ഞാനം മനുഷ്യജന്മത്തിൽ മാത്രമേ ലഭിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മാനുഷജന്മം ലഭിച്ചവർ ആത്മജ്ഞാനം സമ്പാദിപ്പാൻ ശ്രമിക്കണമെന്ന് ഉപദേശിക്കുന്നു. ശാസ്ത്രാഭ്യാസം നിമിത്തമുണ്ടാകുന്ന അറിവും അതിനെ അനുകരിച്ച് ചെയ്യുന്ന അഭ്യാസത്തിൻ്റെ ഫലമായ ആത്മസാക്ഷാത്കാരവും സമ്പാദിപ്പാൻ ഉചിതമായ മനുഷ്യജന്മം ഈ ഭാരതഭൂമിയിൽ ലഭിച്ചതിനു ശേഷം ഏതൊരുവൻ പരമാത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കുന്നില്ലയോ അവന് മറ്റു യാതൊരു ശരീരം ലഭിച്ചാലും മോക്ഷം ലഭിക്കുകയില്ല. സ്മൃതേഹായാം പരിക്ലേശം തതഫല വിപര്യം അഭയം ചാപ്യനീഹായാം സങ്കൽപ്പാധുരമേത് കവിഃ. ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും നാനാവിധ സുഖഭോഗ പദാർത്ഥങ്ങളെയും പ്രാപ്യസ്ഥാനങ്ങളെയും പറയുന്നത് കേൾക്കുമ്പോൾ അവയെ സമ്പാദിപ്പാൻ പരിശ്രമിക്കുന്ന പുരുഷൻ്റെ ചിത്തം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാകയാൽ ആത്മതത്വത്തെ അറിയുവാനുള്ള അവസരം എങ്ങനെ ലഭിക്കും എന്നുള്ള ശങ്കയ്ക്ക് സമാധാനം പറയുന്നു. വേദങ്ങളിലും സ്മൃതികളിലും പറയുന്ന പ്രവൃത്തി മാർഗത്തിൽ ഏർപ്പെടുന്നവർക്കുള്ള പരിക്ലേശത്തെയും കർമ്മത്തിൽ നിന്നു തന്നെ വിപരീതമായ ഫലം ലഭിക്കുന്നതിനെയും നിവൃത്തി മാർഗത്തിൽ കിട്ടുന്ന ഭയരഹിതമായിരിക്കുന്ന മോക്ഷഫലത്തെയും കുറിച്ച് ആലോചിച്ചുറയ്ക്കുവാൻ ബുദ്ധിശക്തിയും വിവേകവുമുള്ള വിദ്വാൻ സകലവിധ സങ്കല്പങ്ങളിൽ നിന്നും വിരമിക്കണം. സുഖായ ദുഃഖമോക്ഷായ കുർവാദേ ദമ്പതി ക്രിയാഃ തതോ നിവൃത്തിരപ്രാപ്തിർ ദുഃഖസ്യജ സുഖസ്യജ. ലോകത്തിൽ ഭാര്യാഭർത്താക്കന്മാർ സുഖം സിദ്ധിപ്പാനും ദുഃഖമില്ലാതാവാനും വേണ്ടി പലവിധങ്ങളായ പ്രവർത്തികളിൽ പ്രവേശിക്കുന്നു. എന്നാൽ ആ വക പ്രവർത്തികളിൽ നിന്ന് ദുഃഖമില്ലാതെയാകുകയോ സുഖം സിദ്ധിക്കുകയോ ചെയ്യുന്നില്ല എന്നു മാത്രമല്ല, പൂർവാധികമായ ദുഃഖലാഭവും സുഖഹാനിയും കൂടി ബലമായി വരുമെന്നുള്ള അനുഭവത്തെ സൂക്ഷിച്ചു നോക്കി ഉറപ്പിക്കണം. ഭാര്യാഭർത്താക്കന്മാരെന്നു പറഞ്ഞത് ഉപലക്ഷണം മാത്രം, എല്ലാ ജനങ്ങളും എന്നു സാരം. ഏവം വിപര്യം ബുദ്ധ്വാ നൃണാം വിജ്ഞാഭിമാനിനാം ആത്മനശ്ച ഗതിം സൂക്ഷ്മാം സ്ഥാനത്രയ വിലക്ഷണാം ദൃഷ്ടശ്രുതാഭിർമാത്രാഭിർ നിർമുക്തസ്വേന തേജസ ജ്ഞാനവിജ്ഞാന സംതൃപ്തോ മദ്ഭക്ത പുരുഷോ ഭവേത്. പരിശ്രമിപ്പാനുള്ള മാർഗം നന്നായി അറിയുന്നവരാണ് ഞങ്ങളെന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്ക് ഇപ്രകാരം വിപരീതമായി വരുന്ന ബലത്തെയും ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന 3 അവസ്ഥകളിൽ നിന്നും വേറിട്ടിരിക്കുന്ന പരമാത്മാവിൻ്റെ സൂക്ഷ്മ സ്വരൂപത്തെയും അറിഞ്ഞിട്ട് ഐഹികാമുഷ്മിക സുഖഭോഗങ്ങൾ ലേശവും ആഗ്രഹിക്കാതെ വിവേകത്തെ ആശ്രയിച്ച് സച്ഛാസ്ത്രങ്ങളെയും സദ്ഗുരുവിനെയും സേവിച്ചു സിദ്ധിക്കുന്ന പരോക്ഷവും അപരോക്ഷവുമായ ആത്മജ്ഞാനത്താൽ തന്നെ സംതൃപ്തനായി പുരുഷൻ എന്നിൽ പരമപ്രേമലക്ഷണയായ ഭക്തിയുള്ളവനായി ഭവിക്കണം. ഏതാവാനേവ മനുജൈർ യോഗനൈപുണബുദ്ധിഭിഃ സ്വാർത്ഥ സർവാത്മനാജ്ഞേയോ യത്പരാത്മൈകദർശനം. ബഹുജന്മങ്ങളിൽ അനുഷ്ഠിച്ച പുണ്യകർമ്മങ്ങളുടെ ബലപരിഭാഗത്താൽ ബുദ്ധിക്ക് നൈർമല്യം ലഭിച്ച പുരുഷന്മാരാൽ അറിയപ്പെടുവാൻ യോഗ്യമായ സ്വപ്രയോജനം ഇതുമാത്രമാകുന്നു. പരമാത്മാവായ ഭഗവാനിൽ നിന്ന് അന്യനല്ല ജീവാത്മാവ്, ഒന്നു തന്നെ എന്നുള്ള അനുഭവം യാതൊന്നോ ഇതിനെ സമ്പാദിച്ചു കഴിഞ്ഞാൽ ജന്മം സഫലമായി എന്നറിയണം. ബുദ്ധിക്ക് നൈർമല്യം സിദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ അറിവുണ്ടാകാത്തത്. സർവകർമ്മങ്ങളും ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ബുദ്ധിദോഷം നീങ്ങുകയുള്ളൂ. ത്വമേതത് ശ്രദ്ധയാ രാജൻ അപ്രമത്തോ വചോ മമ ജ്ഞാനവിജ്ഞാന സമ്പന്നോ ധാരയന്നാശു സിദ്ധ്യസി
ഹേ രാജാവേ, ഞാൻ ചെയ്ത ഈ ഉപദേശത്തെ വിശ്വാസപൂർവ്വം മനസ്സിരുത്തി ധരിച്ചുകൊള്ളുക. എന്നാൽ ശാസ്ത്ര സാരജ്ഞാനവും ആത്മാനുഭവവും വേഗത്തിൽ ലഭിച്ച് അങ്ങ് കൃതാർത്ഥനാകും. ശ്രീ ശുക ഉവാച. ആശ്വാസ്യ ഭഗവാനിത്തം ചിത്രകേതും ജഗദ്ഗുരുഃ പശ്യതസ്തസ്യ വിശ്വാത്മാ തതശ്ചാന്തർദദേ ഹരിഃ. ശ്രീ ശുകമുനി അരുളി ചെയ്തു, എല്ലാവരുടെയും ഹൃദയത്തിൽ ഗുരുസ്വരൂപനായിരിക്കുന്നവനും ജ്ഞാനാദി ഷഡ്ഗുണ പരിപൂർണനും ലോകസ്വരൂപനുമായ ആദിശേഷൻ ഇപ്രകാരം ചിത്രകേതുവിനെ ആശ്വസിപ്പിച്ചും കൊണ്ട് ഉപദേശിച്ച ശേഷം ചിത്രകേതു നോക്കിക്കൊണ്ട് നിൽക്കെ അവിടെ തന്നെ മറഞ്ഞു. 16-ാമത്തെ അധ്യായം സമാപിച്ചു. 17-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.